ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സാധനം ഉണ്ടാക്കി എന്തുകൊണ്ടാ? ഇത് ആറ്റമിനുണ്ട്. ആറ്റത്തിനെ കൊണ്ട്. എല്ലാ സാധനം ഉണ്ടാക്കിയ ആറ്റങ്ങൾ കൊണ്ടാണല്ലോ. ആണ്. ഈ ആറ്റത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ആറ്റത്തിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് സാറേ. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ എന്തൊക്കെയാ? പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഉണ്ടല്ലോ. പ്രോട്ടോണിന്റെ ചാർജ് എന്താ? പ്രോട്ടോൺ പോസിറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ആണ്. ന്യൂട്രോണിന്റെ ചാർജോ? ന്യൂട്രോൺ ആണെങ്കിൽ ചാർജ് ഇല്ല സാറേ. ഉറപ്പിച്ചല്ലോ. അപ്പൊ ഇതിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോൺ വഹിക്കല്ലോ. അപ്പൊ ഇതിനെ ന്യൂട്രൽ എന്ന് പറയാം. അപ്പൊ എല്ലാ സാധനവും ന്യൂട്രൽ ആണ്. അപ്പൊ പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഇതിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടണം, പറ്റുമോ? പിന്നെ പറ്റുമല്ലോ. എങ്ങനെയാ പറ്റുക? പല മെത്തേഡ്സ് ഉണ്ട് സാറേ. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നിക്ക് നമുക്ക് റബ്ബ് ചെയ്യാം. ആയിക്കോട്ടെ, ആദ്യം റബ്ബ് മുടിച്ച്. അപ്പൊ ഞാനൊരു പേപ്പർ എടുത്തു. ഈ പേപ്പർ എടുത്തിട്ട് ഞാൻ ഈ ബലൂൺ എങ്ങനെ റബ്ബ് ചെയ്യണേ. അങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ പേപ്പറിന് ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? ബലൂണിലേക്ക്. അപ്പൊ ബലൂൺ എന്ത് കൂടും? ഇലക്ട്രോൺസ് കൂടും. ഉറപ്പാണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് ഇലക്ട്രോൺ പോയി. അപ്പൊ ഇത് എന്ത് ബോഡിയാ? ഇത് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ചാർജ് ബോഡിയാണല്ലോ. ഉറപ്പിച്ചു. അപ്പൊ ഇതിലേക്ക് ഇലക്ട്രോൺ എത്തി. അപ്പൊ ഇതെന്താ? ഇത് നെഗറ്റീവ് അല്ലേ? ഉറപ്പിച്ചു. ഓക്കെ. അപ്പൊ ഞാനിതിങ്ങനെ ഇങ്ങനെ റബ്ബ് ചെയ്യാണ്. ഇങ്ങനെ ഒരേതാണേ മാസേ, ഇങ്ങനെ ഒരേതാണേ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. ഇലക്ട്രോൺ ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഇത് പിടിക്കും. അപ്പൊ ഇത് പോസിറ്റീവ് ആണേ, ഇത് നെഗറ്റീവ് ആണേ. ഞാൻ ഇതിന് ഇങ്ങനെ ഇവിടെ വെക്കുകയാണേ. അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കി. ഓക്കെ, എന്താ സംഭവിച്ചേ? അട്രാക്ട് ചെയ്യുന്നു, ആകർഷിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഒരു പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവ് വരുമ്പോ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ആകർഷിക്കുന്നു. മനസ്സിലായി? അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. അങ്ങനെയാണ് മാഷ് ഒരു കാര്യം നോക്കുക. ഇതിനെ നെഗറ്റീവ് ആക്കുക, വേറൊരു ബലൂണി നെഗറ്റീവ് ആക്കണം. ബലൂൺ ഉണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഇതിനെ നെഗറ്റീവ് ആക്കാം, നിങ്ങൾ അതിനെ നെഗറ്റീവ് ആയിക്കോളാം. 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഇത് നെഗറ്റീവ് ആയിക്കൊണ്ട് നെഗറ്റീവ് പക്ഷെ നന്നായി നെഗറ്റീവ് ആയോ? ഇനി നോക്കാം ഇതിനെങ്ങനെ അടുപ്പിച്ച് പിടിച്ചോക്കെ എന്താ സംഭവിക്കുക. ഇവിടെ ഈ ബലൂൺ ഇങ്ങനെ തിരിഞ്ഞു കളിക്കാണ്. ഇതെന്താ ഇങ്ങനെ പോണേ? ഇതെന്താ വികർഷിക്കുന്നത്? റിപ്പൽ ചെയ്തോ? വികർഷിച്ചല്ലേ? അപ്പൊ എന്താ മനസ്സിലായത്? ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ അല്ലേ? അല്ല, മലയാളത്തിൽ എന്താ പറയുന്നേ? നമ്മളെ സജാതീയ ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും? വികർഷിക്കും. സെറ്റാണല്ലോ. ഇനി വേറൊരു കാര്യം കാണിച്ചുതരാം. ഇപ്പൊ ഇത് സാറേ, ഇതൊരു ബലൂൺ. ഇതിലെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഈക്വൽ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെന്ത് ചെയ്യാം? വീണ്ടും റബ്ബ് ചെയ്യാം. അപ്പൊ ഇത് എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. ചാർജ് ബോഡി ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. ഇനി നിങ്ങളെ കൈ ഒന്നുകൂടെ വെക്കുവോ? നിങ്ങളെ കൈ ന്യൂട്രൽ ആണല്ലോ. പിന്നെ നിങ്ങളെ കൈയിനെ ഇയാൾ അട്രാക്ട് ചെയ്യും, ആകർഷിക്കും. കാരണം നിങ്ങളെ കൈയിനെ ഇയാൾ അട്രാക്ട് ചെയ്യും. നിങ്ങളെ കൈക്ക് കുറച്ച് മാസം കൂടുതലാണ്, എന്നാലും കാണിച്ചാൽ നോക്കിക്കോട്ടെ. നിങ്ങളെ കൈയിനെ അയാൾ കണ്ടോ? ആകർഷിക്കുന്നത് കണ്ടോ? അപ്പൊ എന്താ മനസ്സിലായത്? പറയും. എന്താ സാർ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാവുന്ന പറ? ഇതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ്. ഇതെന്താണ്? അൺചാർജ് ബോഡി. അതെ. അപ്പൊ ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നത് പറഞ്ഞേ? ആകർഷിക്കുമെന്ന് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ചാർജ് ബോഡീസ് അട്രാക്ട് അൺചാർജ് ബോഡി. അത്രേ ഉള്ളൂ പരിപാടി. ക്ലിയർ ആണല്ലോ? അപ്പൊ മക്കളെ, ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാനും സാറും മനുസാറും ഇന്ന് കറക്റ്റ് 7:30 മണിക്ക് എവിടെ എത്തുന്നുണ്ട്? ലൈവിൽ എത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും മറന്നു പോവാതെ കറക്റ്റ് 7 മണിക്ക് എന്ത് ചെയ്യാ? ലൈവിലെത്തുക. അവിടെ നിന്ന് പൊളിച്ചടുക്കാം. ബൈ.